നമസ്കാരം. കേരള കോളിംഗ് ആണ്. മുൻഷി രഞ്ജിത്താണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറ്റിച്ചെല്ലുന്ന ആര്യനാട് ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആര്യനാട് എന്ന് പറയുമ്പോഴത്തേക്ക് ചില ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് എട്ടുവീട്ടിൽ പിള്ളമാർ തമ്പടിച്ചിരുന്ന ഒരു ഏരിയയാണ്. മാർത്താണ്ഡവർമ്മ ശക്തി പ്രാപിച്ച് എട്ടുവീട്ടിൽ പിള്ളമാരെ തോൽപ്പിച്ചത് ഇവിടെ വച്ചിട്ടാണെന്ന് പറയുന്നത്. അവരുടെ കാലത്തുള്ള കുറേ ശേഷിപ്പുകൾ ഇവിടെ ഉണ്ട്. ആ ശേഷിപ്പുകൾ അന്വേഷിച്ചാണ് നമ്മുടെ യാത്ര. കാട്ടാക്കട നെയ്യാറ് കുറ്റിച്ചൽ വഴി ആര്യനാട് എത്തിയപ്പോൾ ആര്യനാട് അത്ര ചില്ലറ സ്ഥലമല്ലെന്ന് മനസ്സിലായി. ഇറച്ചി ചരിത്ര പശ്ചാത്തലവും ചരിത്ര പാരമ്പര്യവും പറയാൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലമാണ് ആര്യനാട് എന്ന് മനസ്സിലായി. അപ്പോൾ ആര്യനാടിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഒരു രാമചന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു സാമിലിൻ്റെ ഉടമയാണ്. സാമിലിൻ്റെ ഉടമയല്ലേ? വർഷങ്ങളായിട്ട് ഇവിടെ സാമിൽ നടത്തുന്നു. ആര്യനാട് ജംഗ്ഷൻ തൊട്ടടുത്ത്. ആര്യനാടിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു സിനിമ പേര് കിരീടം സിനിമയായിരിക്കും. പക്ഷേ അതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അതിനും കുറേ പുറകിലേക്ക്. ആര്യനാടെന്നുള്ള പേരെങ്ങനെ വന്നു? ഇവിടെ പണ്ട് ആര്യന്മാർ താമസിച്ചിരുന്നതുകൊണ്ടാണ് ആര്യനാട് എന്ന പേര് വരാൻ കാരണം പറയപ്പെടുന്നത്. അങ്ങനെ ആയിരിക്കണം. ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ടാകുന്ന അങ്ങനെയുള്ള. അതിനുശേഷം ഇവിടെ കുറേ ചരിത്ര ശേഷിപ്പുകളുണ്ടല്ലോ. ശേഷിപ്പുകളെന്ന് വെച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ കാലം 1700 ഉള്ള കാലഘട്ടത്തിൽ ഇവിടെ എട്ടുകുട്ടുപിള്ളമാർ താമസിക്കുന്ന സ്ഥലമാണ്. എട്ടുകുട്ടുപിള്ളമാർ കുടുംബത്തോടെ താമസിക്കുകയും അവരിവിടെ കോട്ടകളും കൊത്തളങ്ങളും പിന്നെ മശാനങ്ങളൊക്കെ ഉണ്ടാക്കുകയും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുപരിയായിട്ട് ഇവിടെ തന്നെ നമ്മുടെ ഈ കോട്ടയ്ക്ക് ആര്യനാട് നിന്ന് 2 കിലോമീറ്റർ ദൂരം മാറിയാൽ കോട്ടയ്ക്കകത്ത് കാവപ്പുരമുക്ക്, കിടങ്ങുമുക്ക്, കൊല്ലറാമള ഇതൊക്കെ ഉണ്ട് അവിടെ. കിടങ്ങുമുക്കൊക്കെ നമ്മളിപ്പോൾ കണ്ടുപോയി. അത് കണ്ടു. പിന്നെ ഇവരുടെ കടമാന്തോട്ടത്തിൽ, ഇന്നത്തെ കടമാന്തോട്ടം എന്ന് പറയുന്ന വീട്ടുപേരാണ് അന്ന് അവർ താമസിച്ചിരുന്ന അവരുടെ വാസസ്ഥലം. എട്ടുകുട്ടുപിള്ളമാരുടെ അവിടെ നിന്ന് ആറ്റി ഇറങ്ങാനുള്ള കൽപ്പടകളും അവരുടെ കോട്ടകളെല്ലാം അവിടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. എൻ്റെ ഭാഗങ്ങളെല്ലാം ആറ്റിലിറങ്ങാനുള്ള കൽപ്പടകൾ, വലിയ കല്ലുകൾ, അതായത് 10 അടി നീളമുള്ള കല്ലുകൾ, 4 അടി വീതിയുള്ള വലിയ കല്ലുകൾ, 8 ഇഞ്ച് 10 ഇഞ്ച് കനമുള്ള കല്ലുകൾ കൊണ്ടുള്ള കൽപ്പടകളുണ്ട്. പിന്നെ ഇത് അന്നത്തെ കാലത്തെ ആറിലോട്ട് ഇറങ്ങാനുണ്ടായിരുന്ന കൽപ്പടവുകളുടെ ശേഷിപ്പുകളാണ്. കുറച്ച് കല്ലുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ബാക്കി കല്ലുകളൊക്കെ ഇവിടെ പോയുണ്ട്. എന്തായാലും ആറ് ഇപ്പോഴും ഇതുവഴി തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാര്യങ്ങൾ അറിയുമോ അറിയത്തില്ല. അതിനോടനുബന്ധിച്ച് തന്നെ അവിടെ ഒരു തേക്കൻകാട് മൈതാനത്ത് ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. വിഷ്ണു ക്ഷേത്രമൊക്കെ അവരുടെ കാലത്ത് പണിതാണ്. അതിനകത്ത് ആ വനാന്തരത്തിൽ തന്നെ വലിയ ഈ കല്ലുകൾ പാകിയിട്ടുണ്ട്. ഇന്നും ആ വിഷ്ണു ക്ഷേത്രം അവിടെ ഇപ്പോൾ അത് നാട്ടുകാരെ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇവിടെ പണ്ട് ഞങ്ങള് വരുമ്പോഴേ ഒരു ചെറിയ കുഞ്ഞു കോവില, ഒരു മരത്തിന്റെ ഒരു താന്നി മരം, ഒരു വലിയ താന്നി മരം. പിന്നെ ഈ ഇതുപോലത്തെ കുറേ കല്ലുകൾ ഇങ്ങനെ ഈ ചെറിയൊരു നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞേക്കാം. ഇത് വളരെ ചരിത്ര പ്രസിദ്ധമായ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഈ പഴയ എട്ടുവീട്ടിൽ പിള്ളമാരുടെ, മാർത്താണ്ഡവർമ്മയായിട്ട് പോരടിച്ച അല്ലെങ്കിൽ ശത്രുവായിരുന്ന എട്ടുവീട്ടിൽ പിള്ളമാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മഹാവിഷ്ണു ക്ഷേത്രം. ഈ നാട്ടുകാരത് പുതുക്കി പണി സംരക്ഷിച്ചിട്ടുണ്ട്. ഈ കല്ലുകളൊക്കെ അക്കാലത്തുള്ള കല്ലുകളാണ്. പറയുമ്പോൾ ഒരു 450 വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇവിടെ ഈ ചുറ്റിലും കാണുന്ന ഇതുപോലുള്ള നിരവധി കല്ലുകളൊക്കെ ഈ പരിസരങ്ങളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു പഴയ ഒരു കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മൊത്തം ഈ പരിസരങ്ങളിലെല്ലാം തേക്കിൻ്റെ അംശങ്ങൾ ഇവിടെ ഉണ്ട്. തേക്കിൻ കാല മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് പറയുന്നത്. മൊത്തം തേക്കും കാടായിരുന്നു. തേക്കുകൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ റബ്ബറാണ്. പിന്നെ ഈ ഇവരുടെ കാലത്താണ്, എട്ടുകുട്ടുപിള്ളമാരുടെ കാലത്താണ് ഇവിടെ 2 ക്ഷേത്രങ്ങൾ വന്നു. 3 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഈ വിഷ്ണു ക്ഷേത്രം, ഒന്ന് ശിവക്ഷേത്രം ആനന്ദീശ്വരം.
വന്നാൽ മതി. നടന്ന് മേളിലോട്ട് കയറുക. ആര്യനാട് മഹാഗണപതി ക്ഷേത്രം അത് ഇതാണ് ഈ ഈ കാണുന്നത് കാണുന്നതാണ് ചെറിയ ക്ഷേത്രം. ശരി ക്ഷേത്രം. ഇതാണ് അവരുടെ കാലത്തുണ്ടായത്. പിന്നെ ഇവരൊക്കെ എങ്ങനെ ഈ പോയെന്ന് പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുമായിട്ട് അവർ തെറ്റിപ്പിരിഞ്ഞ് എട്ടുകുട്ടപ്പിള്ളമാർ മാർത്താണ്ഡവർമ്മ വധിക്കാൻ ശ്രമിക്കുകയും ആ വധിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി എട്ടുകുട്ടപ്പിള്ളമാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാർത്താണ്ഡവർമ്മ അവിടെ നിന്ന് പടയായിട്ട് ഇങ്ങനെ വന്നപ്പോൾ അവരുടെ ആഭരണങ്ങളും എല്ലാം കൊട്ടാരത്തിൻ്റെ അടുത്തൊരു കിണർ വെച്ചിട്ട് ഒരു ദേവനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഇവിടെ അംബാസമുദ്രം വഴി തമിഴ്നാട്ടിലേക്ക് പോയെന്നാണ്. തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഈ എട്ടുപള്ളി പിള്ളമാരുടെ പിന്നെ ഭാവി തലമുറയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ? ഇല്ല, ആരുമില്ല. അവരെല്ലാവരും പോയി. പിന്നെ ബ്രാഹ്മിൻസ് ആയിരുന്നു ഇവിടെ കൂടുതലും താമസിക്കുന്നത്. പിന്നെ ബ്രാഹ്മിൻസ് താമസിക്കുമ്പോൾ മറ്റു സമുദായക്കാർ അവരെ ആട്ടി ഓട്ടിച്ചു. ബ്രാഹ്മിൻസെ ഓട്ടിച്ചിട്ടാണ് ഈ വസ്തുക്കളെല്ലാം കൈക്കലാക്കി മറ്റു സമുദായക്കാർ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ചരിത്രം പറയാനുണ്ട് ഇതിനകത്ത്. വളരെ ചരിത്രപരമായിട്ട് നമ്മുടെ ഈ നെയ്യാറ്റിൻകരയും മണ്ഡപത്തുംകടവും ആര്യനാടും ഒക്കെ കണക്ട് ചെയ്താണ് തിരുവിതാംകൂറിന്റെ ഒരു പശ്ചാത്തലം കിടക്കുന്നത്. അടുത്ത കാലത്ത് ഒരു 100-150 വർഷങ്ങൾക്ക് ഇപ്പുറം അവിടെ താമസിക്കുന്ന ആൾക്കാർ അവിടെ കിണർ വെട്ടിയപ്പോൾ കിണർ അവിടെ ഉള്ളതിനായി കിണർ വെട്ടുമ്പോൾ ഒരു കിലുക്കം കേട്ട് ഇങ്ങേരെ അങ്ങ് താഴോട്ട് പോയെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങേരെ എല്ലാവരും കൂടെ വന്ന് കരക്കയറ്റിയപ്പോൾ കണ്ടുകൂടാ. അത് എട്ടുപിള്ളമാർ അവരുടെ ആഭരണങ്ങളും ആഭരണങ്ങളെല്ലാം കിണറ്റിലിട്ടിട്ട് ഒരു ദേവനെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് പോയത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു ഐതിഹ്യവും ഉണ്ട്. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ചില കെട്ടുകഥകളും വരാം. അപ്പം ഈ അവിടെ താമസിക്കുന്നവരുടെ പിൻതലമുറക്കാർ ഇപ്പോൾ അവിടെ തന്നെ താമസിക്കുന്നത്. അത് എട്ടുപിള്ളമാരുടെ അല്ല, പിന്നീട് വന്ന മറ്റു സമുദായക്കാരാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. അപ്പൊ ആര്യനാട് മൊത്തത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലമാണ്. ഇപ്പൊ ഇവിടെ നിലവിൽ എല്ലാ സമുദായക്കാരും ഉണ്ട്. ഇവിടെയുള്ള ആളുടെ പ്രധാന ജീവിതമാർഗം എന്താണ്? കൃഷിയാണോ? കൃഷിയും ചെറു കച്ചവടമൊക്കെയാണ്. ആര്യനാട് എന്ന് പറയുന്ന സ്ഥലവും തൊട്ടടുത്ത പ്രദേശങ്ങൾ ഏതൊക്കെ വരും? കുറ്റിച്ചൽ, വെള്ളനാട്, പറണ്ടോട്. ഇവിടെ ആര്യനാട് വെച്ചിട്ടാണ് കിരീടം സിനിമ ഷൂട്ട് ചെയ്യപ്പെട്ടത്. സിനിമ അമ്മയ്ക്കൊരു ഉമ്മ, ഇതെല്ലാം ആര്യനാട്. പ്രധാനപ്പെട്ട ഒരു സിനിമ, ഒരു കവലയായിട്ട് വരുന്നത് ആര്യനാട് ഈ ആൽമരമൊക്കെയാണ്. 100 വർഷം തികഞ്ഞു. 100 വർഷം തികഞ്ഞു. അപ്പൊ അത് പക്ഷെ അന്നത്തെ രൂപത്തിലല്ല ഇപ്പൊ. ഇല്ലല്ല, റോഡുകളൊക്കെ ആ രൂപമൊക്കെ മാറി, റോഡുകളുടെ സ്ഥിതി മാറി, എല്ലാം വളരെ കെട്ടിടങ്ങളൊക്കെ മാറി എല്ലാം ആ കെട്ടിടങ്ങളെല്ലാം പോയി. സിനിമ പിടിച്ച സിനിമ ഷൂട്ടിംഗ് സമയത്തൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടോ? എല്ലാവരും കണ്ടു. ഇന്നായിരുന്നെങ്കിൽ മൊബൈലിൽ ഒരു സെൽഫി എടുക്കായിരുന്നു. അന്ന് സെൽഫി ഇല്ലല്ലോ അല്ലേ? നമ്മുടെ ആര്യനാട് പുതിയ പാലം വന്നു. പുതിയ പാലം 75-ലാണ് വന്നത്. പഴയ പാലത്തിന് പഴയ പാലം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണ്. ആ പാലം തടി കൊണ്ടുണ്ടാക്കിയ പാലമാണ്. എന്നിട്ട് ഇത്രയും വർഷം ആ തടി കൂടെയാണ് വാഹനങ്ങളും ആൾക്കാരെ കയറ്റി വാഹനങ്ങൾ വെക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിന് ബലക്ഷയം വന്നെന്ന് പറഞ്ഞാണ് അതിനെ പൊളിച്ചത്. എന്നാലും പൂർണ്ണമായും പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ആവാക്കല്ലൊന്നും അത് പൊളിക്കാൻ പറ്റാത്ത സ്ഥിതിയായതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു പകുതി അവിടെ ഉണ്ട്. ആമപ്പല്ല് മുഴുവനും ഉണ്ട്. മറ്റേ പകുതിയാണ് പാലം, ആ ഇരുമ്പ് പാലം തടിയിട്ട് വെച്ചത്. അത് മാത്രമേ ഉള്ളൂ. കാട് പിടിച്ച പോലെ നടക്കുന്നത്. അപ്പൊ ആര്യനാടിനെ കുറിച്ച് പറയാൻ ഏറെക്കുറെ ഇതൊക്കെയാണോ ഉള്ളത്? വിഷ്ണു ക്ഷേത്രവും പിന്നെ ഈ പാലവും ആനന്ദേശ്വര ശിവക്ഷേത്രം, ഗണപതി ക്ഷേത്രം. പിന്നെ ഇവിടെ ഒരു കാവുണ്ട്, കരിമാൻകുഴി കാവ്, തമ്പുരാൻ കാവ്. അങ്ങനെ ആര്യനാടിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ കിട്ടി. ഇവിടെ ശവക്കോട്ട ഉണ്ടായിരുന്നു, ആളുകളെ മുക്കാലി കെട്ടിയിടിച്ചിട്ട് മുക്കാലി ഉണ്ടായിരുന്നു, കിടങ്ങ് മുക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കിടങ്ങുണ്ടായിരുന്ന ഒരു കിടങ്ങ് മുക്കുണ്ട്, പിന്നെ പള്ളിവേട്ട നടത്തിയിരുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് കോട്ടയ്ക്കകത്തൂടെയാണ്. അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലപ്പേരുകളും സ്ഥലശേഷിപ്പുകളുമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ആര്യനാടിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞു. ആര്യന്മാർ പണ്ട് താമസിച്ചിരുന്ന ഒരു നാടായതുകൊണ്ട് ആര്യനാട് എന്ന പേര് വന്നു എന്നും അറിഞ്ഞതിന് ശേഷം നമ്മൾ ആര്യനാട് നിന്ന്
അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പഴയ ചില ഓർമ്മപ്പെടുത്തലുകളായിട്ട് ചില കെട്ടിടങ്ങൾ നമുക്ക് അവിടെ ഇവിടെ ഈ കോട്ടയ്ക്കകത്ത് കാണാൻ കഴിയും. എന്തായാലും ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ നിന്നും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്